പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ച് മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വൃക്ഷത്തൈ നടിയിൽ വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിൾ വിതരണം, കാർഷിക ക്ലബ്ബ് ഉദ്ഘാടനം തുടങ്ങി നിരവധി പരിപാടികളാണ് നടന്നത്. മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനാഘോഷവും കഴിഞ്ഞ വർഷം മുടങ്ങാതെ എല്ലാ ദിവസവും ദേവാലയത്തിലെ ദിവ്യബലിയിൽ പങ്കെടുത്ത മതബോധന വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിൾ വിതരണവും തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേവാലയത്തിൽ ഫ്രാൻസിസ് അസിസിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങ് അത് വളരെ സവിശേഷമാണ്. 800 വർഷം എത്തിയിരിക്കുന്നു ഫ്രാൻസിസ് അസിസിയുടെ വേർപാടിന്. ഫ്രാൻസിസ് അസിസിയുടെ ആ വേർപാടിന് 800 വർഷം എത്തിയെങ്കിലും നമ്മുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു രൂപമാണ് ഫ്രാൻസിസ് അസിസിയുടെ. പ്രകൃതിയോട് സംസാരിക്കുന്ന, പ്രാവുകളോട്, വിവിധ പക്ഷികളോട്, ഈവൻ നായ്ക്കളോട്, ആടുകളോട്, മുയലുകളോട് ഒക്കെ സംസാരിക്കുന്നു. അവരൊക്കെ കേട്ടിരിക്കുന്ന ഒരു കാഴ്ച ഇവിടെയുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പുണ്യം ചെയ്ത നാവ്, ഇപ്പോഴും അഴുകാതിരിക്കുന്ന നാവ് ഫ്രാൻസിസ് അസിസിയുടെ. ആ പുണ്യവാന്റെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് തന്നെ ഇവിടെ സവിശേഷമായ ചടങ്ങുകൾ നടക്കുന്നു. കാർഷിക മേഖലയിലുള്ള വലിയൊരു ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങുകൾ. കൊച്ചുമക്കൾ അവിടെ പാടത്ത് കൃഷി ചെയ്യുന്ന രീതിയിൽ ഒരു ടാബ്ലോയിൽ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടുണ്ട്. വലിയ സന്തോഷമാണ്. അതുപോലെ സൈക്കിൾ വിതരണം, അതിന് വലിയ പ്രത്യേകത. ഞാൻ ഓർത്തത് സൈക്കിൾ വിതരണം കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നു, എന്താണെന്നതിൻ്റെ കാരണം മനസ്സിലായില്ല, ഇഷ്ടമാണ്. പക്ഷേ അതല്ല, 365 ദിവസവും ദേവാലയത്തിൽ മുടങ്ങാതെ വന്ന വിശ്വാസികളായിട്ടുള്ള നല്ല കുഞ്ഞുങ്ങൾക്ക് ആ നിലയിൽ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു വലിയ സമ്മാനമാണ് സൈക്കിൾ. 37 രൂപയാണ്. പള്ളി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 100 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് തുടക്കം കുറിച്ചു. പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതം ആശംസിച്ചു. ബൈജു പാറേക്കാട്ട്, ലിസി ജോയ് വടക്കൻ, ലിൻസി ജോയ്, സുജാത വിജയൻ എന്നിവർ സംസാരിച്ചു. അതേസമയം മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പൂക്കൃഷി പദ്ധതിയുടെയും കാർഷിക ക്ലബിന്റെയും ഉദ്ഘാടനം രൂപത മതബോധന ഡയറക്ടർ ഫാദർ സിജോ വേലിക്കകത്തോട്ട് നിർവഹിച്ചു. ഇടവക മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. മീഡിയ ടൈം, മാള.